നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ആധാരമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന് ഒട്ടനവധി ഗുണവിശേഷങ്ങളുണ്ട്. അതിലൊന്നത്രേ 119 സങ്കീർത്തനം 105 വാക്യം, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ ഒരു പുരുഷായുസിനാവശ്യമായിരിക്കുന്നതെല്ലാം മൊത്തമായി ദൈവം നമുക്ക് തരുന്നില്ല. പകരം അന്നന്നേക്ക് വേണ്ടുന്നതാണ് തരുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നാം ഓരോ ദിവസവും ദൈവമുഖത്തേക്ക് നോക്കേണ്ടതിൻ്റെയും ദൈവത്തിൽ ആശ്രയം വെക്കേണ്ടതിൻ്റെയും ആവശ്യമുള്ളതുകൊണ്ടാണ്. ആയതുപോലെ ദൈവത്തിൻ്റെ ഉപദേശം നമ്മോട് അറിയിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നോട്ട് ഓൾ അറ്റ് വൺസ്, ഒറ്റയടിക്കല്ല, പടിപടിയായിട്ടാണ്. വി വിൽ നോ ആസ് വി ഗോ. നാം മുൻപോട്ട് പോകുന്തോറും അറിഞ്ഞുകൊണ്ടിരിക്കും. നാം ഒരു കാൽ മുൻപിലേക്ക് വയ്ക്കുമ്പോൾ എവിടെയാണ് വയ്ക്കേണ്ടതെന്നറിയാൻ തിരുവചനം ഒരു ദീപമായി പ്രകാശിക്കുന്നു. നമ്മുടെ യാത്രയ്ക്ക് വേണ്ടിയതായ പ്രകാശം മൊത്തമായി നൽകപ്പെടുന്നില്ല. എന്നാൽ ഓരോ കാൽച്ചുവടിനും വേണ്ടിയതായ പ്രകാശം അവിടുന്ന് നൽകിയിരിക്കും. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അവൻ ഏത് സ്ഥലത്ത് പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പകരം ഉൽപ്പത്തി പുസ്തകം 12 വാക്യം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നായിരുന്നു അരുളി ചെയ്തത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നാം ഒരു കാൽച്ചുവട് മുമ്പോട്ട് വയ്ക്കുമ്പോൾ നാം അറിയേണ്ട അടുത്ത ശബ്ദം നമ്മെ അവിടുന്ന് കേൾപ്പിക്കും. നീഡ് ടു നോ ബേസിസ്, അറിയേണ്ട അടിസ്ഥാനത്തിൽ എന്നൊരു പ്രയോഗമുണ്ട്. അതാണ് നമ്മുടെ വിശ്വാസയാത്രയിൽ ദൈവം ഉപയോഗിക്കുന്നത്. അതിന് നമുക്കാവശ്യമായതത്രേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫെയ്ത്ത്, പടിപടിയായിട്ടുള്ള വിശ്വാസം. Faith is taking the first step even when we don't see the whole path. നാം മുഴുവൻ പാതയും കാണാത്തപ്പോഴും ആദ്യ പടി മുൻപോട്ട് വയ്ക്കുന്നതാണ് വിശ്വാസമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിശദാംശങ്ങളും മുൻകൂട്ടി തരുവാനായി നാം ദൈവത്തെ സമീപിക്കരുത്. കാരണം നമ്മുടെ ഓരോ കാൽച്ചുവടിലും നാം ദൈവത്തിൽ വിശ്വസിക്കുവാനും അവനിൽ ആശ്രയിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളും വിശദാംശങ്ങളും പൂർണ്ണ രൂപത്തിൽ നമുക്ക് മുൻകൂട്ടി വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിലും ഒരു കാര്യം ദൈവം ഉറപ്പാക്കുന്നത് അത്രേ, ഹിസ് പ്രസൻസ് ഈസ് ഓൾവേസ് വിത്ത് അസ്. അവിടുത്തെ സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമുക്കിന്ന് എങ്ങനെ പ്രാർത്ഥിക്കാം? കർത്താവേ, അടുത്ത ചുവട്ടടി ഞാൻ എവിടെയാണ് വയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരണമേ. ആമേൻ. Have a blessed day.